എൻ്റെ മെത്രാൾ അങ്ങ് ചോദിച്ചു. കിട്ടും കിട്ടും. ടെറസിലിട്ട് ഞങ്ങൾ ഉണക്കി. കഷ്ണത്തിനുള്ള എല്ലാം നട്ടിട്ടേ ഉള്ളൂ. പ്രമാണിച്ച കഷ്ണം ഉണ്ടാവുള്ളൂ. ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് കുറച്ച് പച്ചക്കറി തൈകളൊക്കെ കിട്ടിയിട്ടുണ്ട്. നമുക്കത് നടുന്നത് എങ്ങനെയാണെന്ന് കാണാം. അല്ല, മറ്റേ സാധനം വെക്കണില്ല. നേരെ പച്ചമുളക് ഇവിടെ വെച്ചു. പച്ചമുളക് അവിടെ ഒരെണ്ണം വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ പൊന്നോ, കുറേ നേരമായി കുറച്ച് വോയിസ് കൊടുക്കാനായിട്ട് നോക്കിയിട്ട്. ഓരോ പ്രാവശ്യം എടുക്കും കളയും. ഞാൻ പറയാൻ വന്നത് എന്നാ, ഇത് നടാനായിട്ട് അച്ഛനും അമ്മയും അപ്പൂപ്പനും ഇവർ 3 പേരും കൂടെയാണ് നട്ടത്. ഞാനാണെങ്കിൽ വെറുതെ നോക്കി നിന്നതേ ഉള്ളൂ. കാരണം ഇത് നടാനായിട്ട് എനിക്ക് ഇഷ്ടമൊക്കെയാണ്, പക്ഷേ ഭയങ്കര മടിയുമാണ്. കാരണം ഇത് നട്ട് കഴിഞ്ഞിട്ട് ഞാനത് കിളുത്തില്ലെങ്കിൽ ഞാൻ വെച്ചത് കൊണ്ടാണത് കിളുക്കാത്തേ എന്നുള്ളൊരു ഫീൽ വരുമല്ലോ. അത് കാരണം ഞാൻ നടാൻ പോയില്ല. ആകെപ്പാട് ഞാൻ നടുന്നത് കുറച്ച് തുളസികളാണ്. ഒരു പ്രാവശ്യം ഞാൻ തുളസി വെച്ചപ്പം അത് കിളുത്ത്. അതിന് ഞാൻ തുളസിയെ വെക്കാറുള്ളൂ. പച്ചക്കറിയൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് കുറച്ച് നാൾ കഴിയാൻ നേരത്തെ അവത്തിലൊരു പ്രാണി വരും. ആ പ്രാണി പിന്നെ അത് തിന്ന് കഴിയുമ്പോൾ ഞാൻ വെച്ച സാധനമല്ലേ, അത് പ്രാണി തിന്നല്ലോ എന്ന് ഓർക്കുമ്പം ഒരു ചെറിയ സങ്കടം. പിന്നെ ഞാനത് വെക്കാനൊന്നും പോയില്ല. പിന്നെ അച്ഛനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഇപ്പം അവർ രണ്ടും ഉണ്ട്. നമ്മൾ വെറുതെ നോക്കി നിൽക്കുക. എന്തോ ഇത് മഞ്ഞളുണ്ട്, ഇഞ്ചിയുണ്ട്, അടുക്കള. ഞങ്ങൾക്ക് ഇന്ന് സാമ്പാർ കറിയായിരുന്നു. അപ്പോൾ അമ്മ ഇടയ്ക്ക് വിളിച്ച് ചോദിക്കണമുണ്ടായിരുന്നു സാമ്പാറിനകത്ത് പച്ചമുളക് കിട്ടിയില്ലെന്ന്. ഞാനാണെങ്കിൽ സാമ്പാറിനുള്ള കഷ്ണമൊക്കെ അരിഞ്ഞ് വെച്ചിട്ട് പോകുന്നു. പക്ഷേ സാമ്പാറിൽ പച്ചമുളകും കറിവേപ്പില ഇടാൻ മറന്നുപോയി. ഇല്ല, ഇതെല്ലാം കസൂരി മഞ്ഞളാണ്. ഇവിടെ ഇരിക്കുന്നതെല്ലാം കസൂരി മഞ്ഞളാണ്. ഇതൊക്കെയാ ഇതാ കിണറിൻ്റെ അവിടെ കുറേ അതെന്നതാ? തക്കാളി നിവർന്ന് നിൽക്കുകയുള്ളൂ. ഇനി പൊണ്ടക്കമ്പാണോ വല്ല ചെറിയ അതിനെടുത്ത് കുതിരിയായ മേളിലോട്ട് വരണ്ടേ? അതെന്നതാ? ഇത് വഴുതനങ്ങ. വഴുതനങ്ങ 3 വെണ്ടക്ക കിട്ടിയപ്പോൾ അച്ഛന് കൃഷി ചെയ്യണമെന്നൊരു ആശ. എനിക്ക് വെണ്ടക്ക ഇഷ്ടമല്ല, അച്ഛനും ഇഷ്ടമല്ല വെണ്ടയ്ക്ക. അച്ഛൻ്റെ ഉദ്ദേശം പച്ചക്കറി വെക്കണതല്ല. അച്ഛൻ്റെ ഉദ്ദേശം അലമാരി ഇരിക്കണ എൻ്റെ സാരി എടുത്ത് ഇങ്ങനെ മൊത്തം ഒന്ന് കെട്ടണം. അതാണ് അച്ഛൻ്റെ ഉദ്ദേശം. മഴ കുടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. തുണി വേണേ എടുത്തിട്ട് ഇപ്പം അതിൻ്റെ അത് നിർത്തിയിട്ട് കഴിഞ്ഞിട്ട് അച്ഛൻ വച്ചാ പൊക്കെ വെക്കൂ. പൊക്ക നീളം. പക്ഷെ ഞാൻ മാത്രം പൊക്കം വെച്ചില്ല. അച്ഛൻ്റെ കുറ്റമല്ല.
അത് അമ്മയുടെ കുറ്റാണ് ഉണ്ട്. എൻ്റെ അച്ഛന് പൊക്കമുണ്ടടി, എനിക്ക് പൊക്ക, എൻ്റെ അമ്മക്ക് അന്നേരം പൊക്കയില്ല. ഇതെന്ത് മഞ്ഞളാ അമ്മ? എനിക്ക് കറിമഞ്ഞൾ. അച്ഛൻ പറഞ്ഞ് കസ്തൂരി മഞ്ഞൾ. കസ്തൂരിയല്ല, കറിക്കുള്ള മഞ്ഞൾ. പാകി നിർത്തിയതാണത്. അത് പാകി നിർത്തിയെന്ന് വെച്ചാൽ പറിച്ച നടാന്നും പറഞ്ഞ് വെച്ചതാണ്. അത്ര ഉണക്കി അങ്ങോട്ട് നനയ്ക്കുക. 5 മിനിറ്റ് കൊണ്ട് വെള്ളം നിൽക്കണ മോട്ടർ. 5 മിനിറ്റ് പോലും നിൽക്കുകയില്ല. നനക്കണ്ടായിരുന്നു, മഴ പൊടിക്കണുണ്ട്. ഇതൊക്കെ എന്നതാണ്? ഒക്കെ വഴുതന. നമുക്ക് തിന്നാൻ മേലാത്ത സാധനങ്ങളൊക്കെ നടന്നത്. എൻ്റെ പുറകിൽ വാഴ. വാഴ ഉണ്ടായിരുന്നു എൻ്റെ ഇടക്ക്. അത് ആട് കടിച്ച് നിന്നതിൻ്റെ ബാലൻസ് ആണ്. ഇവിടെ വല്ലതും കെട്ടി ഉണ്ട്. വാഴയില കിട്ടാനായിട്ട് കൊതിച്ച് വളർന്നിട്ട് കേട്ടാ. ഇന്ന് തന്നെ വെച്ചേരും അത് കൂടെ. ഇത് ഇഞ്ചിയും മഞ്ഞളും ഒന്നിച്ചാണ് ഇട്ടത് ഇവിടെ. അത് ഇഞ്ചിയുണ്ട് മഞ്ഞളും ഉണ്ട്. ഇത് ഇഞ്ചിയാണ്. ഇഞ്ചിയുണ്ട് മഞ്ഞളും ഉണ്ട് ദാസ. കറിക്കുമ്പോ അറിയാമെന്നല്ല. ഇതൊക്കെ ഇഞ്ചിയാണ്. ഇഞ്ചി നമുക്കൊരു ബക്കറ്റിൻ്റെ അകത്ത് നിറച്ച് വെക്കണമെങ്കിൽ കൊള്ളാം. ഇനി അവിടെ നിൽപ്പണ്ടേ, എവിടെ? അടുക്കള കിളുത്ത് നിൽക്കണം. ഇതൊക്കെ ഇഞ്ചിയാണ്. ഇത് മഞ്ഞളാണ്, കറിമഞ്ഞളാണ്. ഇത് പിന്നെ പുഴുങ്ങി വെയിലത്തിട്ട് ഉണക്കിയാണ് നമ്മൾ കറിക്ക് അരക്കണത്, പൊടിപ്പിച്ച്. നല്ല വളമൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഇഷ്ടമാതിരി ഉണ്ടാവും. ഇത് കൃഷിഭവനിൽ നിന്ന് കിട്ടിയ പള്ളിക്കൊണ്ട് നമുക്ക്. ആ മഞ്ഞൾ അത് പണ്ട് നട്ട മഞ്ഞളാണ്. ഇവിടെ വെയിൽ കിട്ടിയല്ലേ പച്ചക്കറിക്ക്. ഇവിടെയൊക്കെ വല്ല ചേനയൊക്കെ വെക്കാനേ പറ്റുള്ളൂ. ചേമ്പിനും ചേനക്കും വെയിൽ വേണ്ട. മറ്റേ മത്തൻ ഇതൊക്കെ ഇടിയണമെങ്കിൽ കൊള്ളാം. ആ മത്തൻ്റെ ഇല ഇങ്ങോട്ട് ഞാൻ അതാണ് പടത്തിയത്. ഏത്? അത് വേറെ എണ്ണം മേടിച്ചങ്ങോട്ട് വെട്ടിയത്. ഒരു മുറം പച്ചക്കറി ഓണത്തിന് പറിക്കണേ മുറവും കണ്ണാണ് പോണെന്ന് ഓർമ്മ വേണം. എൻ്റെ മേത്ര വെള്ളം ചോദിച്ചു. ചിലപ്പോ ഒലിച്ചിങ്ങിട്ട് വരുമായിരിക്കും. ഇവിടെ ഒന്ന് കളിച്ചേരി. ഇതെന്തുവാ ഇത്? ഈ നിൽക്കണ ഈ വലിയത് ലക്ഷ്മി വരും. ലക്ഷ്മി തരും. അപ്പോൾ അങ്ങോട്ട് കരിഞ്ഞു. അന്നേരം ഇവിടെ വെയിൽ കിട്ടുമല്ലോ. കിട്ടും. അതിൻ്റെ പൊക്കത്തുള്ളതൊക്കെ എന്ത് ചെയ്യും? ഇല്ല, അവിടെ ആവശ്യമില്ല. എന്നതാ? പാവയ്ക്ക. ആട് തിന്നണേന്നാ പറഞ്ഞത്. സ്റ്റൂള് കിടക്കണം. വീഡിയോ പിടിച്ചോ. അയ്യപ്പ, അത് ഓരോന്ന് മാറ്റി വെക്കണം. ആടിനൊക്കെ ഒരു സാധനം വെക്കാൻ പറ്റും. ഉപ്പ് പുരട്ടിയ ഇങ്ങനെ വെച്ചാൽ മതിയായി. ഓരോന്ന് പെറുക്കി അതൊക്കെ എടുത്ത് വേണ്ടി വാടി കിട്ടിയാൽ മതി നല്ലോണം. എന്നിട്ട് നാളെ ഉണക്കാം. കുറച്ച് ഏറെ എടുക്കേണ്ടതായിരുന്നു അല്ലേ? അതിന് ഞാൻ ഒരെണ്ണം മൊത്തം അരിഞ്ഞായിരുന്നു.
അല്ല ഒരെണ്ണം 1-2 കൂടെ മേടിച്ച് ഉണക്കി വെച്ചിരുന്നെങ്കിൽ നമുക്ക് എണ്ണയിലിട്ട് വറുത്ത് തിന്നാം. എണ്ണക്ക് വില കൂടിയ സമയത്ത് നമുക്ക് എണ്ണയിലിട്ട് വറുത്ത് തിന്നാൻ മോഹം. അല്ല വായിക്ക് കയ്പ്പൊക്കെ ഉള്ളത് കൊണ്ടാണ്. കയ്പ്പുള്ള സമയത്ത് തിന്നുണ്ട്. അന്നേരം വായും കഴിക്കും. അത് വെച്ചത് കാരണം വെയിലും പോയി. ഇത് അരിഞ്ഞു വെച്ച സമയം ഇപ്പോൾ നല്ലോണം മടിയനായിരുന്നേ. ആ പാത്രത്തിൽ തന്നെ വെച്ചിരുന്നിട്ടല്ലേ. ഇന്ന് ഞങ്ങൾക്ക് സാമ്പാറും ചെമ്മിക്കറിയുമാണ്. ചെമ്മീൻ കൂനച്ചെമ്മീൻ, കൂനച്ചെമ്മീൻ, മുട്ടയുള്ള ചെമ്മീനും തേങ്ങാക്കൊത്തും ചേനയും ഉള്ളിയും ചെമ്മീനും കൂടെ വറുത്തരച്ചു. സാമ്പാറിൽ കഷ്ണമൊന്നും ഇല്ലെന്നേ ഉള്ളൂ. കഷ്ണത്തിനുള്ള എല്ലാം നട്ടിട്ടേ ഉള്ളൂ. പ്രമാണിച്ച കഷ്ണം ഉണ്ടാവുള്ളൂ. മതിയാന്നോ? മിരിമിരിപ്പ് ഭയങ്കര. ഉപ്പും പുളിയും മതിയാന്നോ? ചൂട്. ഉപ്പും പുളിയും മതിയാ? ഉപ്പില്ല. ഉപ്പ് കുറേ ഇട്ടതാണല്ലോ. ഓരോ പുളിയാണ്. ഉപ്പും പുളി നോക്കാൻ അറിയാൻ മേല. കഴിക്കരുത് കേട്ടോ. ഞാനിട്ടിട്ടുണ്ട്. സബോള മിക്കവരും പച്ചക്കായ ഇടത്തില്ല. ഞങ്ങളുടെ വീട്ടിലെ സാമ്പാറിന് ഒരു പച്ചക്കായ പച്ചക്കായ ഉണ്ടായിരുന്നു. ആ പച്ചക്കായ ഒരു തല്ലിക്കൂട്ട്. അതുകൊണ്ടാ കരി പോലെ ഇരിക്കണം. അതുകൊണ്ടൊരു തല്ലിക്കൂട്ട് സാമ്പാർ. കൃഷിഭവനിൽ നിന്ന് കുറച്ച് പച്ചക്കറി തൈയൊക്കെ കിട്ടി. അപ്പം ഇന്ന് അച്ഛന് പണിയില്ലാഞ്ഞത് കാരണം അത് നടുകയും അതിന് വെള്ളമൊഴിക്കുകയൊക്കെ ആയിരുന്നു. പിന്നെ ഇന്ന് ചെമ്മീനും കൊണ്ടുവന്ന് ചെമ്മീനും ചേനയും ഞങ്ങളത് വറുത്തരച്ച് വെച്ച് സാമ്പാറും വെച്ച്. ഇന്നത്തെ വീഡിയോ ഇതോടെ അവസാനിച്ചിരിക്കുന്നു. ഗുഡ് ബൈ.